കൽവില തേനൊഴുകണ കോഴിക്കോട്, കടലമ്മ മുത്തണ കര കോഴിക്കോട്, അലുവ മനസ്സുള്ളൊരീ കോഴിക്കോട്, നമ്മുടെ കോഴിക്കോട്. ഗൈസ്, കോഴിക്കോടിൽ നമ്മൾ കാളുകുത്തി. അപ്പോൾ കാസർഗോഡ് നേരെ കോഴിക്കോട് വന്നിട്ടുണ്ട്. എന്ത് പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സ്ട്രേഞ്ചേഴ്സ് ട്രിപ്പ് ഉണ്ട്. അപ്പോൾ സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പ് ഉണ്ട്, വയനാട്ടിൽ ക്യാമ്പ്. അപ്പോൾ കോഴിക്കോട് KSRTC നമ്മൾ കയറുന്ന ബസ് KSRTC കാണിച്ചു വിടറാം. അപ്പോൾ KSRTCയിലുണ്ട് നമ്മൾ. അപ്പോൾ ഇവിടുന്ന് നമ്മളെ ക്യാമ്പിൻ്റെ എല്ലാ സ്ട്രേഞ്ചേഴ്സ് ആയിരിക്കും. അപ്പുറത്ത് ഇപ്പുറത്ത് കാണുന്ന എല്ലാ സ്ട്രേഞ്ചേഴ്സ് ചിലപ്പോൾ നല്ലവണ്ടാവും, നല്ലില്ലാത്തവൻ ഉണ്ടാവും, മജേൻ്റെ ആളുണ്ടാവും, വേറെ നാട്ടുകാരുണ്ടാവും. അപ്പോൾ നമുക്ക് എന്തായാലും പോയിട്ട് എല്ലാവരും പരിചയപ്പെടുത്തി സെറ്റ് ആവും. ഓക്കെ, എന്തായാലും നമ്മൾ ഈ ചോദിച്ചോ എന്ത് കഥ സുഖല്ലേ? ഇതാണ് നമ്മളെ മെയിൻ താത്ത. എല്ലാവരും ഉണ്ട് ബാക്കിൽ കാണുന്നതാണ് നമ്മളെ ടീം. ഫുൾ റെഡി. ഇഷ്ടപ്പെട്ട പരിപാടി തുടങ്ങും. നമ്മുടെ ഫുള്ള് വൈബല്ലേ, അങ്ങോട്ട് ഫുള്ള് വൈബ്. അപ്പോ ഇന്നത്തെ നമ്മളെ പ്ലാറ്റിക്കോന്റെ യാത്ര 900 കണ്ടിയിലേക്കാണ്. നമ്മൾ ഏകദേശം ഒരു 40ഓളം പേരുണ്ട്. നമുക്ക് 900 കണ്ടി പോലെ എല്ലാ സ്ട്രേഞ്ചേഴ്സ് ഹായ് ഗൈസ് 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 ഹായ് ഗൈസ്. ട്രിപ്പ് എങ്ങനെ ഉണ്ടാവും? ഈ ട്രിപ്പിനെ കുറിച്ച് 2 വാക്ക്. ട്രിപ്പ് അടിപൊളിയാക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും ആക്കും. നമ്മൾ വൈബാണ്, മാക്സിമം എഫേർട്ട് ഇടും. നിങ്ങളും കൂടി വൈബ് ആയി കഴിഞ്ഞാൽ ട്രിപ്പ് വൈബാവും. അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ വൈബ് ആണെങ്കിൽ നോക്കി സബ്സ്ക്രൈബ് ചെയ്യിക്കും. അത്രേ ഉള്ളൂ. ലെറ്റ്സ് ഗോ. സാധനം കണ്ട പെട്ടിയും കടക്കെല്ലാം ആളെടുത്തോണ്ട് വന്നു. ഫുൾ സെറ്റപ്പ് ആയിട്ട് വന്നിട്ട് അവിടെ ബസ് വന്ന് ടീച്ചർ അറ്റൻഡൻസ് എടുക്കുന്നു. ടീച്ചർ എൻ്റെ പേര് വിളിച്ചില്ല. എസ് ടീച്ചർ. പമ്പ് വൈബ്, പെട്രോൾ പമ്പ് വൈബ്. പമ്പ് വൈബ്, പമ്പ് വൈബ്. തന്ത വൈബല്ല, പമ്പ് വൈബ്. നീ ഒന്നാം നമ്പർ. നീ ഒന്നാം നമ്പർ. ഒന്നാം നമ്പർ. വൈബ് 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 വൈബല്ലേ വൈബല്ലേ. ചുരം വൈബ്, ചുരം വൈബ്. ഇത് നമ്മൾ പോകുന്നത് വയനാട് 900 കണ്ടി, 900 കണ്ടി. ഓക്കെ, അങ്ങനെ ഒരു പ്ലേസിലേക്കാണ്. അപ്പോൾ നമ്മളൊക്കെ ഉള്ളത് എല്ലാ സ്ട്രേഞ്ചേഴ്സ്, വേറെ നാട്ടിൽ നിന്ന് വേറെ ആൾക്കാർ, വേറെ ഫുള്ള് വൈബ് സ്ട്രേഞ്ചേഴ്സ്, എല്ലാ സ്ട്രേഞ്ചേഴ്സ്. ഇപ്പോഴത്തെ ചൊര കയറിക്കോണ്ട് വയനാട്. ചോറ് വയ്ക്കാനും അല്ലേ? ചോറ് തൃശ്ശൂരിലാണെങ്കിലും പറ. ഇത് നമ്മൾ തൃശ്ശൂർ എൻ്റെ പേര് ഫത്തഹ്. നമ്മളത് ആളാണ്. ഇനിയിപ്പോ നമ്മ പുള്ളിയുടെ എന്തുകൊണ്ടാണ് കടിയ. അപ്പൊ ഇതെല്ലാം നമ്മളെ പിള്ളേർക്ക് എല്ലാ സ്ട്രേഞ്ചേഴ്സ്. കമൺ ഇപ്പൊ ഫ്രണ്ട്സ് ആണ്. ഈച്ചോ ഇറങ്ങി വാ, ഓട്. നമ്മളെ എല്ലാവരും വാ. ബിരിയാണി എന്താ നിങ്ങൾ എന്താ പറഞ്ഞാടാ? എന്താണ് ബിരിയാണി ആണോ എല്ലാവർക്കും? എന്താണ് ഇല്ല. ഫുഡെല്ലാം കഴിച്ചിട്ട് എങ്ങനെയുണ്ടായി? എങ്ങനെയുണ്ടായി ഫുഡല്ലോ? സെറ്റല്ലേ? ഫുള്ളര. അപ്പൊ ഫുള്ളായി, വയറ് ഫുള്ളായി.
പിള്ളേരെ ബിരിയാണി കഴിച്ചു. ഇനി ഫുൾ ഓൺ ആയിരിക്കുന്നതാണ് ഈച്ചു പറയുന്നത്. ബിരിയാണി കഴിച്ചോണ്ട്. പാട്ടും ഡാൻസുമായി ബിരിയാണി മയക്കം. 900 അടിക്ക് പോവാണ്. കല്ലാടി എത്തി ഇവിടുന്ന് 900 കണ്ടിക്ക് ജീപ്പിൽ ഓഫ് റോഡ് അല്ലേ? കല്ലാടി അതന്നെ. ഇവിടുന്ന് ജീപ്പിൽ ഓഫ് റോഡ് സെറ്റല്ലേ? നമ്മളെ ജീപ്പ് എത്തി. അപ്പൊ നമ്മ ഓഫ് റോഡ് പോകുന്നു. റെഡി അല്ലേ? റെഡിയാണോ? ഓഫ് റോഡ് ഈച്ചിന്റെ ഒന്നിച്ച് ഓഫ് റോഡ്. ഇത്രേ ഉള്ളൂ. ലെറ്റ്സ് ഗോ. കാര്യമായ ഓഫ് റോഡ്. ഞാൻ നടന്നു വന്നോളാട്ടോ. എന്താ ആരാ സ്ക്രാച്ച് മൊത്തത്തിൽ. ലൈറ്റ് ഇല്ല. ലോറി ഓഫ് റോഡ് ഇങ്ങനെ ലോകത്തെ രാജകുമാര റോഡില്ല ലോകത്തെ രാജകുമാരി. അയ്യോ എവിടെ മക്കളെ റോഡില്ല വഴിയില്ല. അമ്മേ അത് കറക്റ്റ് സാധനം. ജീവനോട് ഉണ്ടെങ്കിൽ എത്തിയിട്ട് കാണാം. ഗൈസ് അങ്ങനെ അവസാനം ജീവനോട് എത്തി. 900 കണ്ടി. ആ മോനെ ഏത് മൂഡ്. 900 കണ്ടി മൂഡ്. 900 കണ്ടി ഇങ്ങനെ സെറ്റല്ലേ? വൈബാണ്. എന്റെ അമ്മ ഊപ്പാട് പോയി ഗൈസ്. ഓഫ് റോഡ് എന്നല്ല പറഞ്ഞത്. എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഓഫ് റോഡ്? ഏത് വൈബാ ഗൈസ്. വൈബ് എന്നല്ല പറഞ്ഞ എന്റെ മോനെ. ഈ ഒരു വൈബ് നോക്കണേ. 900 കണ്ടി റീച്ചായി വയനാട്. കുറേ അറിയാത്ത ആൾക്കാർ സ്ട്രേഞ്ചേഴ്സിൻ്റെ ഒന്നിച്ച് വയനാട്ടിൽ ഇപ്പം എല്ലാവരും ഒന്നിച്ച് ആ ജീപ്പിലുള്ള എക്സ്പീരിയൻസും ഇതാ കുറേ ടീംസ് ഉണ്ട്. ഹായ് ബ്രോ, എന്ത് കഥ? സുഖന്നെ? ഇപ്പം എല്ലാവരും സെറ്റ് ചെയ്ത് എല്ലാവരും സെറ്റ് ആയിക്കൊണ്ട് അതൊരു വൈബ് തന്നെ. അറിയാത്ത കുറേ ആൾക്കാർ ഒന്നിച്ചിട്ട് ഇങ്ങനെ വരാം, അവിടെ വൈബ് എടുക്കാം. കണ്ട ഫുൾ ടീം എത്തി സെറ്റായി. ഇവിടെ ഒരു വലിയ എന്തോ ഒരു സാധനം ഉണ്ട്. ഇതിൻ്റെ മുകളിൽ എത്തിയിട്ട് ഒരു വ്യൂ നോക്കാം നമുക്ക്. ആൻഡ് നമ്മളതോടെ ഒരാളുണ്ട്. പേര് സുഭിക്ഷ ഉണ്ട്. എല്ലാവരും ഉണ്ട്. മുകളിലൊരു ക്ലോസറ്റ് ഉണ്ട്. തൂറാനാന്ന് തോന്നുന്നു. പറയോ എന്താണ് നിങ്ങൾക്ക് ഇവിടുത്തെ ഈ വ്യൂവിനെ കുറിച്ച് പറയാനുള്ളത്? വ്യൂ എന്ന് പറയുന്നത് അതെ ഇതിനൊരു ചരിത്രമുണ്ട്. ചരിത്രം പണ്ട് ഞാനും ഗാന്ധിജിയും കൂടിയും ഇപ്പൊ സത്യാഗ്രഹത്തിന് മുമ്പ് ഈ മല കയറി ഇറങ്ങി. ഓ മൈ ഗോഡ്. വയനാട് കടലില്ലല്ലോ. ഇല്ല കോഴിക്കോട് എത്തണം. അങ്ങനെ ഞാനും മുപ്പരും കൂടി കുറേ നടന്ന് ഈ വഴി ആണ് പോയത്. അന്ന് ഈ ബിൽഡിംഗ് ഒന്നും ഇല്ല. അന്നൊക്കെ കുട്ടി ആയിണ്ടാവല്ലോ. ഭയങ്കര തന്നെയല്ലോ. അപ്പൊ നിങ്ങൾ കാണുന്ന പോലല്ലോ വലിയ ആള്. എന്താ പേരെന്ന് പറഞ്ഞോ? എന്റെ പേര് ഫർഹാൻ ഗാന്ധി. ഫർഹാൻ ഗാന്ധി, ഗാന്ധിയുടെ അടുത്ത ആള്. കണ്ട എത്ര വലിയ സാധനം. കേറ അല്ലേ പറ. മല അല്ല എന്തോ ഒരു സാധനം. ടവർ കയറുന്നുണ്ട്. ടവർ ട്രീ ഹൗസാ എന്ത് ഇത്? എന്തോ ഒരു സാധനം വലിയ സാധനം. കണ്ട തൂറാൻ വെച്ച സെറ്റപ്പ് ഇടാ. എയറിൽ തൂറാൻ ചത്ത്. അയ്യോ എന്റെ മോനെ. ഇവിടെ ഒരു ഉപേക്ഷിക്ക നില റെഡിയാക്കിയതല്ല ഇത് എല്ലാം. ഇവിടെ ഒരുത്തന്നെ ഒറ്റക്ക് വൈ പഠിക്കുന്നു. പേര് വേള ഹസനയുടെ ഒറ്റക്ക് വൈ പഠിക്കുന്നു. വ്യൂ ഉണ്ട് ഒരു രക്ഷയില്ല. ഇതെല്ലാം നമ്മളെ പിള്ളേർ. തണുപ്പ്. ആ ട്രീ ഹൗസ് അല്ലേ ഇത്? ഒരു ട്രീ ഹൗസ് സെറ്റപ്പ് കൊള്ളാം എന്തായാലും. എങ്ങനെയുണ്ട് ട്രീ ഹൗസ്? എങ്ങനെയുണ്ട്? കൊള്ളാം അല്ലേ? പരിപാടി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ട്രക്കിംഗ് ഗൈഡ് അതുകൊണ്ട് നമ്മളിപ്പോ ജസ്റ്റ് വ്യൂ പോയിന്റ് കാണാനാണ് പോണത്. അപ്പൊ കാടാണ്. നിങ്ങളെ അങ്ങനെ കുതിര വിടാൻ നിൽക്കരുത് കേട്ടോ. കഴപ്പ് കാണിക്കരുത്. ഞാൻ പറഞ്ഞത് മനസ്സിലായിണ്ടാവും. അപ്പൊ നല്ലപോലെ ആള് പറയണൊക്കെ അനുസരിച്ച് കുറച്ച് സ്ഥലമൊക്കെ സ്ലിപ്പറിയാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഓടിച്ചാടി നടക്കാതെ സ്ഥലമൊക്കെ നോക്കി നിങ്ങളെ ട്രയൽസ് ഒക്കെ നോക്കിയിട്ട് ട്രയൽസ് ഒക്കെ പോണ വഴി നോക്കിയിട്ട് നല്ലപോലെ ഓക്കെ
മനസ്സിലായില്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ചില്ലാക്കിട്ട് പോയാൽ മതി. അഞ്ഞി ഞാൻ പറഞ്ഞു ഫുൾ സ്ട്രിക്റ്റ് ആയിട്ട് LKG കുട്ടികൾ പോകണം. നമ്മൾ എൻജോയ് ചെയ്ത് അങ്ങനെ പോവാ. ഓക്കെ സെറ്റല്ലേ? ഓരോ വെള്ളത്തിനടുത്തേക്ക് എടുത്ത് നമ്മുടെ ടീം മൊത്തം ഉണ്ട്. അയ്യോ 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 അയ്യോ. സേഫാണ് സേഫാണ് സേഫാണ്, ആള് സേഫാണ്. കൈ കൊടുത്ത ആൾക്ക് എവിടെ അല്ലേ? ഈസിയാണ് ഗായ്സ്, ഈസി ഈസി. വീണ് ഉരുളിയ രണ്ടാളാണിത്. സേഫാണ്, എല്ലാവരും സേഫാണ്, ഒരു പ്രശ്നമില്ല. ഇത് 2 വട്ടം വീണ ആള്, ഇതൊരു വട്ടം, ആടെ ഒരാൾ 3 വട്ടം, ഇത് ആള് 3 വട്ടം. ഇപ്പോഴാണ് ഇത് ശരിക്കും ഒരു വാട്ടർ ഫാൾസ്. എല്ലാരും ഫാള് സീ വ്യൂ കാണാനാണ് ഇത്രയും കഷ്ടപ്പെട്ട് വന്നത്. കൊള്ളാം എന്തായാലും. സെറ്റല്ലേ? കൊള്ളാം, പോലീസായാലും. അയ്യോ, ഈ വ്യൂ പോയിന്റിന് വലിയ മല ഇറങ്ങി വന്ന മോന. ഡാൻസും പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് അപ്പൊ നമുക്ക് ധരിക്കാം. പോവാ പോവാ പോവാ. ലെറ്റ്സ് ഗോ. ഡാൻസ് ഓരോരെണ്ണം വെച്ചെടുത്താ മതി. ചായ കുടിച്ചിട്ടാണ്, ചായ കുടിച്ചിട്ടാണ്. ഓക്കെ, ട്രക്കിങ് കഴിഞ്ഞിട്ട് ഒരു ചായ സെറ്റ്. എന്തോ ഗെയിമെല്ലാം കളിക്കാൻ പറഞ്ഞിട്ട് എല്ലാവരും കൂട്ടി കുടിച്ചിട്ടുണ്ട് ഈ ടീമും. ബോള് കിട്ടിയത് ക്രിസ്ത്യാനോയുടെ വരെ നിൽക്കണ്ട, തന്നോ. ഇതാണ് പറഞ്ഞത്. ഇഞ്ചോടിഞ്ച് പോരാട്ടം ആരായിരിക്കും? ഒരു ഡാൻസ് കളിക്കാൻ വേണ്ടിട്ട് നമുക്കൊരു ടീം സെറ്റ് ആയിട്ടുണ്ട്. നമ്മളെ ടീമേറ്റ് പവർ മുക്കിലെ ടീമാണിത്. അത്രേ ഉള്ളൂ. ഫുൾ പവർ അല്ലേ? പവറാണ്, അത്രേ ഉള്ളൂ. അപ്പൊ ഡാൻസ് കളി, നമ്മളെ ഡാൻസ് നീ കാണും, അത്രേ ഉള്ളൂ. പ്രാക്ടീസ് ഓൺ. ടഫ് സ്റ്റെപ്പ് ഇട്ടോ ഫുൾ റെഡിയാണ് ഡാൻസ്. ഇതാണ് നമ്മുടെ ഡാൻസ് മാസ്റ്റർ. നമ്മുടെ ടീം മൊത്തം ഇവിടെ ഉണ്ട്. റെഡിയാണ്, ഫുൾ റെഡിയാണ്. ഇത് ലോക്കൽ ടീമാണ്. നമ്മളിപ്പോ ഡാൻസ് പവർ മുക്ക് നേരത്തെ കണ്ടൊന്നും ഡാൻസ് അല്ല, ഇനി കാണാൻ പോകുന്ന ഡാൻസ്. ജന്മഗൃഹമല്ലോ. കരസ്ഥമാക്കിക്കൊണ്ട് ടീം മണിച്ചേട്ടൻ എന്താണ് ഫുഡ് പറ? നെയ്ച്ചോറ് വിത്ത് അൽഫാം വിത്ത് മട്ടൻ. അത്രേ ഉള്ളൂ. കിടിലൻ ഫുഡ്. നമുക്ക് കാണാം. അത് ഫുഡ് പോട്ടെ.
എന്നെ കണ്ടാങ്ങനല്ലോ തോന്നുക. മതിയോ? പോരാ സൈമ, കുറച്ചും കൂടി. അത്രേ ഉള്ളൂ. മതി 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 തിന്നണ വരെ ഈ തിന്നു. മതിയോ? മതി മതി. ബ്ലോഗർ എല്ലാരും ഈ എന്താ പറയാ സബ്സ്ക്രൈബ് ചെയ്ത് കാണുമല്ലോ. പിന്നെ കുറച്ച് ചാറ് വയ്ക്കോ ബ്രോ? അതെ, കണ്ടത് നന്നായില്ലേ ആൾക്കാര് വന്നടിച്ചു. അത്രേ ഉള്ളൂ. കണ്ട കുറെ വെറൈറ്റി സാധനങ്ങളുണ്ട്. അത്രേ ഉള്ളൂ. എങ്ങനെയുണ്ട്? ഫുഡ് കഴിച്ചാ? ഇല്ലല്ലോ, കാണാൻ നല്ല ലുക്ക് ഉണ്ട്. ഫുള്ള് റിച്ച് ഫുഡ്. അത്രേ ഉള്ളൂ. ലെറ്റ്സ് ഗോ. തിന്നിട്ട് ഒന്ന് സെറ്റ് ആകട്ടെ. സ്റ്റോറി ടെല്ലിംഗ് പരിപാടിയാണ്. സീനാണ്, ആള് സീനാണ്, ടെററാണ്. സോ നമ്മൾ ഫോൺ ഓഫാക്കി വെക്കുന്നുണ്ട്. കുറച്ച് സ്റ്റോറീസ് എല്ലാം ഉണ്ട്, അത് പറഞ്ഞിട്ട് സെറ്റാക്കാം. ഗിറ്റാറിന്റെ ആർട്ടിസ്റ്റാണ്. പക്ഷെ എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ട് ഇതുവരെ. എങ്ങനെയുണ്ട്? ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് വയനാട്ടിൽ കാലത്ത് തന്നെ? കുറവാ? തണുപ്പ് കുറവാ? ഒരു കാലം അല്ല, ഒരു നൈറ്റ് മൊത്തം ഇവിടെ. ഇന്നലെ ഉറങ്ങുമ്പോൾ 5:30 കിടിലം പരിപാടിയായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റോറി പറയാനും ഞങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളെല്ലാം അടിപൊളിയായിരുന്നു. ആൻഡ് ഇതാ നമ്മളെ ക്യാമറമാൻ ബ്രോ. എന്തല്ലേ സുഖല്ലേ? നമുക്ക് എങ്ങനെയുണ്ട് വയനാടിൽ നൈറ്റല്ല, നമ്മൾ പകൽ ഉറങ്ങിയല്ലേ? 5:30 ഉറങ്ങി. ഇപ്പോൾ ഒരു 8:30 എണീച്ച് ഇപ്പോൾ വാട്ടർഫോൾ പോയിട്ട് കാണണം. വൈബാണ്. തുളു ലാംഗ്വേജ് ആണ്. ബുക്ക് തുളു ലാംഗ്വേജ് ആണ്. കഥ മനസ്സിലായി ബുക്ക് തുറന്നപ്പോ. ഇല്ലേ, പഠിക്കണ്ടില്ലേ? സ്റ്റോപ്പ് ചെയ്ത് എല്ലാരും ചായ കുടിക്കാനായി. എങ്ങനെയുണ്ട്? അങ്ങനെയുണ്ടല്ലേ? ചായ കുടിച്ചിട്ട് വാട്ടർഫോളിനെല്ലാം റെഡി അല്ലേ? എന്ത് ടേസ്റ്റ് ഉണ്ടല്ലേ? സെറ്റ്. കോടാ ആരാ? ഫുൾ കോടാ? ആരാ പോയടാ? ഫുൾ കോട വൈബാണ്. കോടാ മഞ്ഞിൻ ഓഹോയ് താഴ്വാരയിൽ ഓഹോയ് പാടറാ. ബാക്കി അറിയില്ല. സെറിമണിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് മൊത്തത്തിലൊന്ന് പറഞ്ഞു. കുറച്ച് നടക്കാനുണ്ട്. അപ്പൊ ചെക്കൻ കുറച്ച് റൂൾസ് ഒക്കെ പറഞ്ഞു. ബാക്കിൽ നിൽക്കണോല്, മുന്നിൽ ചെയ്യുന്നോല്. ട്രെക്കിങ് തുടങ്ങി. എത്ര കിലോമീറ്റർ? 10 കിലോമീറ്റർ ട്രെക്കിങ്. അത്രേ ഉള്ളൂ. ഫുൾ വൈബ്. അപ്പ് ആൻഡ് ഡൗൺ. അപ്പൊ 20 കിലോമീറ്റർ എല്ലാരും ഉണ്ട്. 10 കിലോമീറ്റർ ഒക്കെ ട്രക്ക് ചെയ്തത്. അപ്പ് ആൻഡ് ഡൗൺ 20 കിലോമീറ്റർ. ഇതൊക്കെ പോകുന്നത് വേണ്ടി ഡെസ്റ്റിനേഷൻ. തോടും മലകളും കാടും വേണ്ടായിരുന്നു. അറ്റാക്ക് മൊത്തത്തിൽ എല്ലാവർക്കും അറ്റാക്ക് തുടങ്ങി. നടന്ന പ്രശ്നമില്ല. അറ്റാക്ക് എടാ അതാര് പോയി നടന്നോ? തുള്ളി നടന്നോ? ഇതിപ്പോ നമ്മ അവിടെ എത്തൂലെന്നാ തോന്നുന്നു. ഇങ്ങനെ അട്ടടുത്ത്
എത്തുവോ അട്ട എങ്ങനെ അട്ട എടുത്തോണ്ട് നിന്ന് ഈ അട്ട എന്ന് പറയുന്ന സാധനം 1999 ആ അത് ഒരു അട്ടന്റെ ഒരു ഉത്ഭവം നടക്കുന്നത് അന്ന് അമേരിക്കയില് അട്ടനക്കൽ സാഫ്രോൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പം ആ സ്ഥലത്ത് പണ്ട് ഞാൻ പോയപ്പോ ഈ അട്ട ഇത്ര വലിപ്പൊന്നുമില്ല, പിന്നെ ഇത്ര വലിപ്പൊന്നുമില്ല, എല്ലാം വലിപ്പം. ഈ പാട്ടിന്റെ അത്ര വലിപ്പം അട്ടയാ? അത് വേറെ അട്ട ആയിരിക്കില്ല, വേറെ എന്തായാലും അതെന്താന്ന് വെച്ചാല് അത് അന്നത്തെ കാലത്ത് അങ്ങനെയാണ് അട്ട. കാരണം അന്ന് പറഞ്ഞാല് കുറെ കാടുകളും അട്ടക്ക് ഇഷ്ടം പോലെ ചോര ഉണ്ടായിരുന്നു. ഇപ്പത്തെ മനുഷ്യന്മാരെ ചോര മൊത്തം ചോരയാ. ശരിയില്ല അങ്ങോട്ട് ഇന്റെ പോലും ഒരു കുടിക്കൂല, ചിന്റെ ഒരു കുടിക്കും. അത് നല്ലതാണ്. സെറ്റ് അത്ര ഉള്ളു. കേറിപ്പോ ഞാൻ പോയില്ലെത്തി. അട്ട ഇവളൊരു അട്ടന്റെ മെയിന് അട്ടകളെ അല്ല ഇവക്ക് ഇവളെ അട്ടക്ക് ഭയങ്കര ഇഷ്ടാ. എപ്പോ നോക്കിയാലും അട്ട അടിച്ചോണ്ടാവും. ഫോളാകുമ്പോ കല്ലിന്ന് വെള്ളം വരുന്ന സംഭവമാണ്. ആണ് താഴത്തുനിന്ന് കഴിഞ്ഞാൽ നമുക്ക് മേത്ത് വെള്ളം തട്ടും. അതാണ് അതിന്റെ ഒരു ഇത്. തൃശ്ശൂരിൽ ഇങ്ങനത്തെ വാട്ടർഫോൾ എല്ലാം ഉണ്ടാ? തൃശ്ശൂരിലൊക്കെ വാട്ടർഫോൾ വീടിന്റെ അടുത്തുണ്ടായിരുന്നു. പിന്നെ വല്ല ആവശ്യം ഉണ്ടാവും വീട് ഇങ്ങനെ നമ്മ നാട്ടിൽ നിന്ന് ഇങ്ങനെ വൈബല്ലേ? അത്രേ ഉള്ളൂ. അന്നെ പോലെ നല്ല ഫ്രണ്ട്സിന് കിട്ടില്ല. അതാണ് പാരീസ് ദുബായിക്കാരനാണ്. എല്ലാ ദുബായാണ്. പ്രശ്നക്കാരാണ്, സീനാണ് നമ്മള്. പാവാണ്. അത്രേ ഉള്ളൂ. സീക്രട്ട് ഏജന്റ് ചെറിയ കട്ടുണ്ട്. ആരുമല്ല കാറിന്റെ ഉള്ളിൽ വീഡിയോ എടുത്ത ആളാണ്. ഫസ്റ്റ് വീഡിയോയിൽ തന്നെ കഴുത്ത് പോകും. ചവിട്ടി പുറത്തിട്ട് ഓണാവ് പോയി ഒന്ന് വണ്ടാം പോയേ തിമിംഗലം പോയേ ഏത് കൂട് പോടെ കൂട്. എത്ര ടൈം എങ്ങനെ പ്രോപ്പർ ഐസ് ബാത്ത്, കോൾഡ് വാട്ടർ നല്ല വാട്ടർഫോൾ എന്ന് പറഞ്ഞിട്ട് ഐസ് ബാത്തിനാണ് നമ്മളെ കൊണ്ടുവന്നെങ്കിൽ എന്റെ പോലെ എല്ലാം നിന്ന് വരക്ക കഴിഞ്ഞതിന് അവിടെ എത്തിയിട്ട് കാണാം. നോമർ വ്ളോഗ്സ് ഗൈസ്. അപ്പൊ നമ്മളെ പരിപാടിയെല്ലാം കഴിഞ്ഞു, ട്രെക്കിങ് പരിപാടി ബാക്കി എല്ലാ സാധനം കഴിഞ്ഞിട്ട് ക്യാമ്പ് ഇപ്പൊ തീരാൻ പോകുന്നു. അതിന് മുമ്പ് നീക്ക് ഞാൻ സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് കണ്ട എല്ലാരും ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് ആണ്. അപ്പൊ എല്ലാരും ഒന്ന് കാണിക്കാം, ഫാസ്റ്റ് ആയിട്ട് എല്ലാരും കാണിക്കാം. എല്ലാരും ഹായ് ആയിക്കോ, എല്ലാരും ഒന്ന് കാണിക്കാം. ഇതെല്ലാം നമ്മളെ ഫ്രണ്ട്സ് ആണ് ഇപ്പൊ. ഹായ് ഗൈസ് എല്ലാരും ഹായ് എല്ലാരും ഹായ് ആയിക്കോ ഗൈസ്. ഇപ്പൊ എല്ലാരും ഫ്രണ്ട്സ് എന്താണ് ഹായ് പറ. അപ്പൊ എങ്ങനെ പോവല്ലേ? വിഷമുണ്ടോ?
എന്താ കാണാം അത്രേ ഉള്ളൂ. വീട് അടുത്ത ആള്. ഓക്കെ ബൈ ബൈ ബൈ. എല്ലാരും കാണിച്ചു എല്ലാരും നമ്മുടെ ക്യാമ്പിലുണ്ട് എല്ലാരും. ബ്രോ ഒരു ഹായ് പറഞ്ഞു എല്ലാരും. ഹായ് 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 ഹായ്. ഇവിടെ ആരാ ഒരു ഹായ് വിടാൻ വേണ്ടി നമ്മളെ ക്യാമറമാൻ. ഹായ് 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 ഹായ്. ഫോട്ടോ സെഷൻ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോ എടുത്ത് കളിക്കാം. മഴ ഇറങ്ങുമ്പോ തന്നെ മഴ ഇടുന്നത്. അപ്പൊ നമ്മളെ ക്യാമ്പൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് പെട്ടിയും കടക്കെല്ലാം എടുത്തോണ്ട് എല്ലാരും ഇറങ്ങി പോയി ജീപ്പ് കയറിയിട്ട് തന്നെ ഒരു കാര്യമായി ഓഫ് റോഡ്. അപ്പൊ എല്ലാരും ശരിയെന്നാ കാണാം. ഓക്കെ ബൈ ബൈ. എല്ലാരും പോയിക്കോളി. അണ്ണാ പെട്ടിയും സാധനം എടുത്തോണ്ട് പോന്ന നമ്മളെ ബിലാലും ഷാമിലും ഇവിടുന്ന് ബൈക്കുന്നാന്ന് പോകുന്ന ബിലാലും ഷാമിലും. ഷാമിലെ എന്താ പറയാനുള്ളത്? അപ്പൊ ബസ്സിന് വന്നാൽ മതിയായിരുന്നാണ് ഇപ്പൊ തോന്നുന്നത്. കാരണം കുറച്ചു നേരം കൂടി ഒരു വൈബാക്കായിരുന്നു സത്യം. പക്ഷെ ഭയങ്കര മിസ്സായി പോയി. അപ്പൊ ബൈക്കുമ്പോ പോണെന്ന് ആലോചിക്കുമ്പോ റിഗ്രറ്റ്. നമ്മ സ്ട്രേഞ്ചർ സൈറ്റ് കണ്ടതാ മൊത്തത്തില്. ഇന്നലെ കണ്ടാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ വൈബാണ് സത്യം പറഞ്ഞ. അപ്പൊ അതിന് കാസർഗോഡ് അങ്ങോട്ട് വരുന്നില്ല, മാംഗ്ലൂർ വരുന്ന പറയാ. ഓക്കെ ബൈ. അപ്പൊ ബൈ. സൂക്ഷിച്ചൊക്കെ വേണം ബൈക്കില് ഗൈസ്. അപ്പൊ നമ്മ എല്ലാരും സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് വന്നത് മാത്രം. ഇപ്പൊ എല്ലാരും ഒരൊറ്റ ഫാമിലിയിലോട്ട് അടിച്ചു പൊളിച്ച് പോവാൻ നിക്കണം. അപ്പൊ ആർക്കും എല്ലാരും ഹാപ്പി അല്ലേ? ഒരു 2 വാക്ക് നമ്മുടെ നമ്മ എങ്ങനെ വൈബ് ഉണ്ടായിരുന്നു, എന്ത് കഥ പറ. അപ്പോ ക്യാമ്പ് മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. ഇന്നലെ വൈബ് ഉണ്ടാകുന്ന മനസ്സിലാവും. കാരണം ഇത് ഇന്നലെ വന്ന് പരിചയപ്പെട്ട ആൾക്കാരാണ്. നമ്മൾ തന്നെ നമ്മൾ അടിപൊളി എന്ന് പറയുന്നല്ലോ. ഇവരെ ഓരോരുത്തരാണ് അഭിപ്രായം പറയേണ്ട ആൾക്കാർ. നമുക്ക് പേഴ്സണലി ക്യാമ്പ് ഇഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ താങ്ക് യു സോ മച്ച്. വ്ളോഗൊക്കെ വരട്ടെ. എല്ലാവരും ചെക്കനെ സപ്പോർട്ട് ചെയ്യാം. അത്രേ ഉള്ളൂ. സെറ്റ് എല്ലാരും ഒരു ഹേ ആക്കി എല്ലാരും. 1 2 3 സ്റ്റാർട്ട്.